ഈ വർഷം അവസാനത്തോടെ ബീഹാറിലെ 243 അംഗ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ സഖ്യസാധ്യതകളിൽ ബീഹാറിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ബീഹാറിലെ ആദ്യത്തെ ജില്ല ലഖീസറായി ആണ്. ലഖീസറായി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ ഒരു സീറ്റ് BJP-JDU സഖ്യമായ NDA സഖ്യവും ഒരു സീറ്റ് RJD കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജാമുയി ആണ്. ജാമുയി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് RJD കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ JDU-BJP സഖ്യമായ NDA സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുര ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും BJP-JDU സഖ്യമായ NDA സഖ്യം നേടാനാണ് സാധ്യത. RJD കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല മുൻഗർ ആണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ ഒരു സീറ്റ് RJD കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബംഗയാണ്. ബംഗ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗഗാരിയാണ്. ഗഗാരിയ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബഗുസരായി ആണ്. ബഗുസരായിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ്. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യമായ ഇന്ത്യ സഖ്യവും 8 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരൻ ആണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ NDA സഖ്യവും 5 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ച് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവനാണ്. ശിവനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശരണാണ്. ശരൺ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സർഹാസയാണ്. സർഹാസ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ BJP-JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധേപുരയാണ്. മധേപുര ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റും RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. BJP-JDU സഖ്യമായ NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്.
7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് BJP JDU സഖ്യമായ NDA സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ BJP JDU സഖ്യമായ NDA സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരാരിയയാണ്. അരാരിയ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ BJP JDU സഖ്യമായ NDA സഖ്യത്തിന് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സുപ്പോളാണ്. സുപ്പോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലി ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് ഇടത് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവറാണ്. ശിവറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP JDU സഖ്യമായ NDA സഖ്യം നേടാനാണ് സാധ്യത. ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാളാണ്. അർവാൾ ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജഹാനാബാദ് ആണ്. ജഹാനാബാദിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 1 സീറ്റ് BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഔറംഗാബാദ് ആണ്. ഔറംഗാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നവാഡയാണ്. നവാഡ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗയയാണ്. ഗയ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 6 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൈമൂർ ആണ്. കൈമൂർ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹ്താസ് ആണ്. റോഹ്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ
NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സറാണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂർ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 4 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പട്നയാണ്. പട്ന ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മുസാഫർപൂരാണ്. മുസാഫർപൂർ ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 7 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനി ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 7 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 111 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 120 സീറ്റുകൾ വരെ JDU BJP സഖ്യമായ NDA സഖ്യവും 12 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.